ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന മുസ്ലിം വനിത എന്ന പേരിൽ പ്രശസ്തയാണ് ജസ്ന സലീം. നൂറുകണക്കിന് ചിത്രങ്ങൾ ഇതിനകം വരയ്ക്കുകയും രാജ്യത്തിനും അകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾക്ക് പടം നൽകുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ചില വിവാദങ്ങളുടെ നിഴലിലാണ് ജസ്ന ഇപ്പോൾ. ആദ്യം ശ്രീകൃഷ്ണന്റെ നടയിലെത്തി ബർത്ത്ഡേ ആഘോഷിക്കുന്നു, കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു. പിന്നീട് കൃഷ്ണന് മാല ചാർത്തുന്നു. പിന്നീട് കണി സമാന്തരമായി ഒരുക്കുന്നു. തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഉയർന്നു വരുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ വിധിയുണ്ടായിരുന്നു ഈ ക്ഷേത്ര പരിസരത്ത് ചിത്രങ്ങൾ പകർത്തരുതും. അതും ജസ്നയുടെ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു വിവാദത്തെ തുടർന്നാണ് ആ നടപടി ഉണ്ടായത്. എന്നാൽ പിന്നീട് ഏറ്റവും ഒടുവിൽ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ മാല ചാർത്തുന്നു എന്നൊക്കെ അടക്കമുള്ള ചില വിവാദങ്ങൾ ഉയരുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. ജസ്ന ഒളിവിലാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ നമുക്ക് ജസ്ന നൽകും. ജസ്നയിലേക്ക് തന്നെ പോകാം. കുറച്ച് നാളുകളായി വിവാദങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഗുരുവായൂർ നടയിൽ നിന്നും അവിടെ മുൻവശത്തു നിന്നും ചിത്രങ്ങൾ പകർത്തരുത്, പങ്കുവെക്കരുതൊക്കെ അത് ലംഘിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവാണ് ലംഘിച്ചത്. അതിന് കേസെടുത്തിരിക്കുന്നു. താങ്കൾ ഒളിവിലാണെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാദം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് സംഭവം എന്താ വെച്ചാല്, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഒളിവിലും കാര്യങ്ങളൊന്നും അല്ല. പിന്നെന്ന് വെച്ചാല് കഴിഞ്ഞ ജൂൺ 15 ഞാൻ ഗുരുവായൂര് നടപ്പന്തലിൽ വെച്ചിട്ട് ഒരു മുട്ട ഉപയോഗിക്കാത്തൊരു കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മുട്ട ഉപയോഗിക്കാത്ത കേക്ക് അവിടുന്ന് മുറിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ അവിടുന്ന് മുറിച്ചത്. പക്ഷേ അതിൽ മുട്ട ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് വാദം തുടങ്ങി എല്ലാവരും. അതിന് മുമ്പേന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ തന്നെ, കുറച്ച് സ്ത്രീകൾ എന്ന് പറയാം, ഇവരെന്നെ ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നിരപരാധിത്വം എൻ്റെ സൈഡ് ഞാൻ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ അവിടെ ഫോട്ടോ സമർപ്പിക്കാൻ പോയ സമയത്ത് എൻ്റെ കൂടെ വന്ന ആളും അവിടെ നിന്നൊരു വ്യക്തിയും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. അതിൽ ഞാൻ ഒരു പങ്കാളിയല്ല. ഞാൻ അതിൽ അവിടെ ഉണ്ട് എന്നല്ലാതെ ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പം അതും വെച്ച് ഈ കേക്ക് മുറിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് കൊടുത്തത്. അപ്പം ഹൈക്കോടതി പറയുകയും ചെയ്തു അമ്പല പരിസരം കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല എന്നുള്ളതും. ആ തെറ്റെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വിചാരിച്ചത് മുട്ട ഉപയോഗിക്കാത്ത കേക്കായതുകൊണ്ട് അതൊരു വിഷയമല്ല. പക്ഷെ അത് മറ്റുള്ളവരുടെ ആചാരമാണ്, ക്രിസ്ത്യൻസിന്റെ ആചാരമാണ് കേക്ക് കട്ട് ചെയ്യൽ. അത് നടയിൽ വന്ന് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് അത്രത്തോളം അറിവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അങ്ങനെ ഈ ഹൈക്കോടതി പറഞ്ഞു ഇനി അവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ നിയന്ത്രണവും നടത്തി. അപ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും ഫോട്ടോഗ്രാഫി അലോഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ ഉത്സവത്തിൻ്റെ അന്ന് എനിക്കൊരു നേർച്ച എന്നുള്ള രീതിയിൽ ഞാൻ ജപമാല ചാർത്താന്നുണ്ടായിരുന്നു, ഹരേ കൃഷ്ണ എഴുതിയിട്ട്. അപ്പം ഞാൻ 101 ഹരേ കൃഷ്ണ എഴുതി ഒരു മാല പോലെ കോർത്ത് പല പല വർണ്ണക്കടലാസുകളിലും, വെറും വൈറ്റ് പേപ്പർ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പല പല വർണ്ണക്കടലാസുകളിലാക്കിയിട്ട് ഹരേ കൃഷ്ണ എഴുതി അത് കൊണ്ടുപോയി ഞാൻ മുമ്പിലെ നമ്മുടെ സ്കാനറൊക്കെ വെച്ച ഒരു ഇതിൻ്റെ മുകളിലൊരു കൃഷ്ണനുണ്ടായിരുന്നു. അപ്പം അതിന് ചാർത്തുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു. അതും വാങ്ങി ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് പിന്നെ റോഡ് സൈഡിൽ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്. അപ്പോൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കല്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ റോഡ് സൈഡിൽ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ കണ്ണനെ കണ്ടാൽ തിരിഞ്ഞു നടക്കാത്ത ഒരാളാണ്. കണ്ണനെ കണ്ടാൽ ഒന്ന് കണ്ണൻ്റെ അടുത്ത് പോവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ എന്താക്കി, ഞാനും പോയി കണ്ണനെ കാണാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് കണ്ണനൊരു ഉമ്മയും കൊടുത്തു. കണ്ണൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ ചിത്രവര രംഗത്തേക്ക് ഇറങ്ങിയിട്ട് 12 വർഷമായി. ഈ 12 വർഷത്തോളം ഞാൻ വരച്ചത് കുഞ്ഞു കണ്ണന്മാരാണ്. എന്ന് വെച്ചാൽ ഒരു 3 വയസ്സിന് താഴെയുള്ള എന്ന് തന്നെ പറയാം. അത്രയുള്ളൊരു കണ്ണന്മാരെയാണ് ഞാൻ വരച്ചത്. അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥാനമാണ് കണ്ണന്. അപ്പം ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കണക്കാക്കുന്നതാണ് കണ്ണന്. അങ്ങനെയാണ് ഞാൻ കണ്ണന് ഉമ്മ കൊടുക്കുകയും ചെയ്തത്. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ആൾക്കാർ പോസ്റ്റ് ചെയ്തു, ജസ്ന സലീം പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട്. ആരോ വെച്ച കണി എൻ്റെ പേരിലാക്കി. ഞാൻ റോഡ് സൈഡ് കണിക്കൊരു മഹത്വമുണ്ടോല്ലേ,
ആ മഹത്വം മനസ്സിലാക്കാതെ റോഡ് സൈഡിൽ ജസ്ന സലീം കണ്ണന് കണി വെച്ചു എന്ന്. കണിക്ക് മഹത്വം ഉണ്ടെങ്കിൽ അത് ഹൈന്ദവരെയല്ലേ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഞാനല്ലല്ലോ വെച്ചത്. അപ്പം ഇവർ ഞാനാ വെച്ചത് എന്ന് പറഞ്ഞ് കണിക്ക് മഹത്വമുണ്ട് എന്ന് പറയുന്നത്. അതെന്നാ വർഷങ്ങളായിട്ട് ഗുരുവായൂർ പോകുന്ന സമയത്ത് അവിടെ റോഡ് സൈഡിൽ കണി കാണാറുണ്ട്. ഇവരെന്തുകൊണ്ട് അവരോട് ആരോടും പറഞ്ഞു കൊടുത്തില്ല? പിന്നെ അതേപോലെ അടുത്ത പറയുന്നത് എന്താ വെച്ചാൽ, ഇവള് കണ്ണന് ഉമ്മ കൊടുക്കാൻ ഇവളുടെ ഭർത്താവാണോ എന്ന്. ഈ സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ ഉമ്മ ഭർത്താക്കന്മാർക്ക് മാത്രമാണോ കൊടുക്കാറ്? ഞാൻ ഉമ്മ കൊടുത്ത എൻ്റെ കുഞ്ഞിനെ പോലെ കണ്ടിട്ട്, എൻ്റെ സ്വന്തം മകനെ അല്ലെ മകളെ പോലെ കണ്ടിട്ടാണ് ഞാൻ കണ്ണനൊരു ഉമ്മ കൊടുത്തത്. അപ്പോൾ ഇവളുടെ ഭർത്താവാണോ കണ്ണന് ഉമ്മ കൊടുക്കാനെന്ന്. പബ്ലിക്കിൻ്റെ ഇടയിൽ കണ്ണനെ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞ് നമ്മളെന്താ പബ്ലിക് ആണെന്ന് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് നമ്മൾ ഉമ്മ കൊടുക്കാതിരിക്കുമോ? ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇത്രത്തോളം മറ വെക്കാൻ വേണ്ടിയിട്ട് എന്തോ വലിയ തെറ്റാണോ ഇത്? ഞാൻ എൻ്റെ കണ്ണനെ കണ്ടു, എൻ്റെ കണ്ണന് തന്നെ എനിക്ക് പറയാൻ ഇഷ്ടം. ആ കണ്ണനെ ഞാൻ കൂടെ നിന്നൊരു വീഡിയോ എടുത്തു, ഒരു ഉമ്മയും കൊടുത്തു. അതിപ്പം വലിയ വിവാദമായി. അവർ ഇനിയും കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണോ അല്ലെ? കണ്ണന നടു റോട്ടിൽ കണി വെച്ചു, അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുത്തോളൂ. കാരണം ആ പരിസരമൊക്കെ CCTV ഉള്ളതാണ്. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പോയി വന്നതാണ്. അവിടെ ഗുരുവായൂർ പോലീസുകാരൊക്കെ ആ പരിസരത്തുള്ളതാണ്. അവരന്വേഷിക്കാതെ കേസെടുക്കൂലോ. അവരന്വേഷിച്ചിട്ട് ജസ്ന സലീം കണ്ണനെ അപമാനിച്ച് റോഡ് സൈഡിൽ കണി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുത്തോളൂ, എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. ഇത്രമേൽ വ്യാജ പ്രചരണങ്ങളാണ് എന്നെക്കുറിച്ച്. സംഭവം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു തെറ്റുപറ്റി. ഗുരുവായൂർ അങ്ങനെ ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ല. ഇനി എൻ്റെ മനസ്സിൽ ഇവർ ചോദിക്കുന്ന ഹിന്ദുക്കൾ അല്ല ക്രിസ്ത്യൻസിൻ്റെ ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും. എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിൻ്റെ ആചാരമാണെന്നൊന്നും. എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല, എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണും. അപ്പം ഞാൻ വിചാരിച്ചു നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അതുമേലാണ് ഇത്രത്തോളം വിഷയം എനിക്ക് വന്നത്. നിങ്ങൾ ഈ നിരന്തരമായി ഇതര മതസ്ഥയാണ്, നിങ്ങൾ മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ നിരന്തരമായി ഈ ആചാരങ്ങൾ ലംഘിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യം കേക്ക് മുറിക്കുന്നതായാലും, രണ്ടാമത് മാല ചേർത്തുന്നതായാലും, മൂന്നാമത് വഴിയരികിൽ കണിയെടുക്കുന്നതായാലും ഇതെല്ലാം ആവർത്തിക്കുന്നു. ഇതെല്ലാം വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലിട്ട് ആളുകളെ കാണിക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് ഈ എതിർക്കുന്നവർ പറയുന്നത്. ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എൻ്റെ മതസ്ഥരെന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ്. ഇവരെല്ലാവരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ? എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാണ്. 2016 തൊട്ടിട്ട് എന്നെക്കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ജസ്ന സലീം അടിച്ചാൽ എൻ്റെ ഡീറ്റെയിൽ മുഴുവൻ കിട്ടും. അതെന്താ പബ്ലിസിറ്റി അല്ലേ? അപ്പം ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എൻ്റെ മതസ്ഥരടുത്ത് തന്നെ പറയുന്നൊരു, നമ്മൾ പറയാതെ പറയൂ എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു ഞാനതിനെ കണ്ടത്. അല്ലാതെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടാനാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതൊരു പബ്ലിസിറ്റി അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പബ്ലിസിറ്റികളുണ്ട്. പക്ഷെ ഞാൻ ഇത്ര മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ, ഞാൻ കണ്ണനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് സമൂഹം അറിയണം. എന്നെക്കുറിച്ച് ഇത്രയും കാലം പുറം ലോകം അറിഞ്ഞത് ഇതേ വീഡിയോസിലൂടെയാണ്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിട്ടാണ് ഇതേ വീഡിയോസ് കൂടെ കണ്ണൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ പുറം ലോകം അറിയപ്പെട്ടത്. അതേ കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാനത് പോസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പെന്ന് വെച്ചാൽ മുസ്ലിം മതസ്ഥരെന്നില്ല, ഹൈന്ദവരെന്നില്ല, രണ്ടുപേരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നെ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം. പിന്നീട് സത്യം പറയാലോ, ഈ BJPക്കാരും RSSകാരും തന്നെ അതിൽ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. കുറേ BJPയിലും RSSയിലും ഒക്കെ ഉള്ള ആൾക്കാർ നിരന്തരം എന്നെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വിഷുക്കണി ഒരുക്കിയത് ആരോ കണി ഒരുക്കി, അതെൻ്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു പോസ്റ്റ്
ശശികല ടീച്ചർ ഇട്ട്. അപ്പം ഞാൻ ശശികല ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഞാനൊന്നല്ല കണി ഒരുക്കിയത്, ആരോ കണി ഒരുക്കിയെടുത്ത് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളൂ, കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ ചിലർ ചോദിക്കും ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി എൻ്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതേ അവർ കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട് ഇവർ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് നിങ്ങൾ ഈ കണ്ണന്റെ പടം വരയ്ക്കാൻ തുടങ്ങുന്നു, ഇങ്ങനെ നിങ്ങളുടെ മതത്തിലെ ആളുകളെ തള്ളി പറയുന്നു, അപ്പോൾ വലിയ സ്വീകാര്യതയായിരുന്നു അല്ലേ? ഇപ്പോൾ RSSന്റെ നേതാക്കളായാലും അല്ലെങ്കിൽ പ്രവർത്തകരോ BJPക്കാരൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു ഇല്ലേ? പിന്നീട് അത് എന്താണ് ഈ കൈവിടാനുള്ളൊരു കാരണം? അവർ പൂർണ്ണമായും നിങ്ങളെ തള്ളി പറയാനുള്ള കാരണം? ഞാനൊരു കാര്യം പറയട്ടെ, ഈ RSS BJP എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നേതാക്കന്മാരുമായിട്ട്. ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദമാണ്, അതേപോലെ MT രമേശ് ഏട്ടന്, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആളുകൾ, കുമ്മനം രാജശേഖരേട്ടൻ, ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. ഈ RSSന്റെയും BJPന്റെയും നേതാക്കന്മാരല്ല എന്നെ ഇതാക്കുന്നത്, അണികള് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഞാൻ RSSകാരിയാണ് അല്ലെ ഞാൻ BJPക്കാരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ വീടിന് മുമ്പിൽ ആദ്യം ഓടിയെത്തിയത് ഈ അടുത്തുള്ള BJP ആൾക്കാർ തന്നെയാണ്. അപ്പം എനിക്ക് അങ്ങനെ നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് ഇതുവരെ എന്നോട് ഒരു മുഷിപ്പ് രീതിയിൽ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ RSSും BJP ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവർ നിരന്തരം എന്നെക്കുറിച്ച് പോസ്റ്റ് ഇട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ തെറ്റുകാരിയാണ് എന്ന് വരുത്തി തീർക്കണമെന്നുള്ള വാശിയോടുകൂടെ നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഇവർക്ക് ആർക്കും ഇഷ്ടമായില്ല പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തത്. ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അവരൊക്കെ പറയുന്നത് പ്രധാനമന്ത്രിക്ക് കാണാനല്ലേ, ഇപ്പോൾ അത് ഞങ്ങൾക്കൊണ്ടും പറ്റും. പക്ഷെ പറ്റുമെന്ന് അവർ പറയുന്നേ ഉള്ളൂ, അവരിതുവരെ പോയിട്ടില്ല. അതിൻ്റെ നമ്മുടെ നാട്ടിൻപുറത്ത് പറയാച്ച കുശുമ്പ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് സ്ത്രീകൾ ഉള്ളത് പറയാലോ, BJP ആണ് RSS ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകൾ നിരന്തരം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയെന്ന് ഞാൻ തുറന്നു പറയുന്നു, ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അവർക്ക് തെറ്റ് പറ്റിയല്ലോ, ആ പറ്റ് അവർക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ അതുമ്മലിങ്ങനെ ചൊറിഞ്ഞ് ഞാൻ മോശക്കാരിയാണ് എന്ന് അവരങ്ങ് തീരുമാനിച്ചതാ. അവർക്കത് അങ്ങനെ ആവാവൂ എന്ന് നടക്കുന്ന കുറച്ച് BJPന്റെ RSSന്റെ ആൾക്കാർ. പക്ഷെ മാനസികമായ ഒരു ഐക്യം ഈ സംഘടനകളോട് ജസ്നയ്ക്ക് ഉണ്ട് താനും അല്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാര്യം എന്താ വെച്ചാല് തുറന്നു പറയുന്നതിന് എന്താ, എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വന്നത് ഫസ്റ്റിൽ കുമ്മനം രാജശേഖരേട്ടനെ കണ്ട സമയത്താണ്. ഏട്ടനാണ് ഫസ്റ്റിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കാനുള്ള ഒരു അവസരം കോഴിക്കോട് നമ്മുടെ ഒരു BJPയുടെ നാഷണൽ കൗൺസിൽ മീറ്റ് ഉണ്ടല്ലോ, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ സമയക്കുറവ് കൊണ്ട് മേടിക്കാതെ പോയതാണ്. അന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഫോട്ടോ കൊടുക്കാനല്ലേ, അത് ഞാൻ സാധിപ്പിച്ചു തരൂ. സ്വന്തം മകളുടെ വിവാഹം പോലും നോക്കാതെ അന്ന് സുരേഷ് ഗോപി എനിക്ക് ആ ഒരാഗ്രഹം സാധിപ്പിച്ചു. ഇന്നും നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ. അവരോട് ആരോടിപ്പം MT രമേശ് ഏട്ടനായാലും ഒരു നമ്മളടുത്തൊരു വെറുപ്പ് കാണിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇവർ പറയട്ടെ, ഇതിന്റെ സത്യാവസ്ഥ ഒരു സമയത്ത് തെളിയല്ലോ, നീ വെയിറ്റ് ചെയ്യേ എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ എന്നോട് നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷെ കുറച്ച് അണികള് നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഒരു ദൈവമാണുള്ളത്, ഈ മറ്റു ദൈവങ്ങളെ വിശ്വസിക്കുകയോ അവരാണ് ഏറ്റവും മഹത്തരമെന്ന് പറയുകയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. പക്ഷേ ജസ്ന നിരന്തരം പറയുന്നത് കൃഷ്ണനാണ് ദൈവം, കൃഷ്ണനാണ് എൻ്റെ ഏറ്റവും വലിയ ദൈവം എന്ന രീതിയിലൊക്കെയാണ്. അതെങ്ങനെ തമ്മിൽ പൊരുത്തപ്പെടുക? അല്ല, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ കഴിക്കുന്ന ചോറ് നമ്മൾ ബഹുമാനിക്കാതെ കഴിച്ചാൽ നമുക്ക് എപ്പോഴും ബഹുമാനിക്കാതെ നമ്മൾ കഴിച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ അന്നത്തെ ബഹുമാനിക്കണം ഇല്ലേ? അന്നത്തെ ബഹുമാനിച്ച് അന്നത്തെ റെസ്പെക്ട് ചെയ്ത് മാത്രം അത് കഴിച്ചാലേ നമുക്ക് ലൈഫ് ലോങ് ആ അന്നം കിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ. അതേപോലെ 12 വർഷമായി എൻ്റെ അന്നമായി മാറിയതാണ് കണ്ണൻ. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ട് എങ്ങനെ നീ കണ്ണൻ അന്നം എന്ന് പറയാന്ന്. അതിൽ ഈ ഹൈന്ദവർ കുറ്റം കണക്കാക്കുന്നത്, പക്ഷെ എനിക്കൊരു കുറ്റവും തോന്നുന്നില്ല.
അവർ ദൈവമായിട്ട് കണക്കാക്കുന്ന ഒരാളെ ഞാൻ അന്നമായിട്ട് കണക്കാക്കിയെന്ന്. ഇവർക്ക് അന്നത്തിന്റെ വാല്യൂ അറിയാഞ്ഞിട്ടാണ്. അന്നം ഒരു നേരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇവർക്ക് മനസ്സിലാവാത്തതാണ്. അപ്പൊ 12 വർഷമായി എനിക്ക് അന്നമായി മാറിയതാണ് കണ്ണന്. ആ കണ്ണനെ വിശ്വസിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നതിൽ എനിക്കൊരു വിരോധവും. പിന്നെ ഈ ചോദിക്കുന്ന ഏകദൈവ വിശ്വാസിയല്ലേ ഞാൻ പറയട്ടെ, എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാനെന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. അവർ ഹിന്ദു അല്ലേ, അവൻ ക്രിസ്ത്യാനി അല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ലായിരുന്നു. പക്ഷെ അന്ന് തൊട്ടേ എനിക്ക് ഇവരെയൊക്കെ ഞാൻ ചേർത്ത് പിടിക്കും, ഇവരുടെ ദൈവത്തിനെയും ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയല്ല, 3 മതത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കുട്ടിക്കാലം തൊട്ടേ കർത്താവേന്ന് വിളിക്കുക, എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഈ 3 മതത്തിലും വിശ്വസിക്കുന്നു. അപ്പം ഈ മുസ്ലിം മതസ്ഥർ പലതും പറയുന്നുണ്ട്, ഞാൻ മതത്തിൽ നിന്ന് പുറത്തായി എന്ന് വരെ പറയുന്നുണ്ട്. അത് അവരല്ല തീരുമാനിക്കേണ്ടത്. ഫൈനൽ ജഡ്ജ്മെന്റ് ദൈവമാണ് തീരുമാനിക്കേണ്ടത്. എല്ലാ ദൈവവും ഒന്നാണ് എന്ന് വിശ്വസിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരു ഇസ്ലാം മതവിശ്വാസിയാണെന്ന് 100% പറയാൻ കഴിയില്ല. എനിക്ക് ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് ഞാൻ മതം വിശ്വസിക്കുന്നുണ്ട്, മതം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ കൂടെ ബാക്കിയുള്ളവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റും. വിശ്വാസത്തിൽ ഒറ്റ ദൈവമല്ലേ ഉള്ളൂ? അങ്ങനെ ചോദിക്കുക വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാരെയും ഇപ്പൊ ഒറ്റ ഇത് പറയട്ടെ, ഞാൻ പലപ്പോഴും പറയുന്നൊരു സംഭവമാണ്, നമ്മുടെ മാതാപിതാക്കൾ ഭയങ്കര സ്നേഹത്തിലുള്ള ആൾക്കാരായിരിക്കും നമ്മളാര്. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു അടുത്ത കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഉണ്ടാവും ഒരു അച്ഛനും അമ്മയും. അവര് നമ്മുടെ ഇഷ്ടങ്ങൾ കേട്ടറിഞ്ഞ് അവരുടെ വീട്ടിൽ നമ്മളെ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമൊക്കെ വെച്ചാൽ അവർ കഴിക്കുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ചു പറയും നീ വാന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ അച്ഛനമ്മനെക്കാട്ടിലും പ്രിയപ്പെട്ടതും ചിലപ്പോൾ ഇവരായിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ നമ്മളെ അച്ഛനെയും അമ്മനെ ഉപേക്ഷിക്കുമോ? അതേപോലെ തന്നെയാണ് ഞാൻ പടച്ചോനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പടച്ചോനെ വിശ്വസിക്കുന്നത് അതേ തത്തുല്യം തന്നെ മറ്റുള്ള മതത്തിനെ ബഹുമാനിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്, വിശ്വസിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പം എവിടെയെങ്കിലും ഒന്ന് കാല് തടഞ്ഞ് വിൽക്കുന്ന സമയത്ത് മുസ്ലിം മതസ്ഥർ തന്നെ നമ്മളെ പിടിക്കുന്നത് ചിലപ്പോൾ ഹിന്ദു മതസ്ഥരായാലോ. അപ്പം ഞാൻ ഈ ഏകമത ദൈവവിശ്വാസി എന്നുള്ളതിനെക്കാട്ടിലും അപ്പുറം ഞാൻ എല്ലാ മതവിശ്വാസി എന്നാണ് പറയാൻ. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണമുണ്ട്, ഈ ഹിന്ദു മതത്തിലേക്ക് ചേരാൻ പോകുന്നു, ഈ ഇസ്ലാം വിശ്വാസം പൂർണ്ണമായി തള്ളിക്കുന്നു, കൃഷ്ണനെ കൂടുതൽ അങ്ങ് ജീവിതത്തോട് ചേർക്കുന്നു എന്ന രീതിയിലേക്ക്. അങ്ങനെ ഒരു മതം മാറ്റം എന്നതിനെ കുറിച്ച് ആലോചനകളുണ്ടോ? ഞാൻ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ടെന്ന്. അവരോട് തന്നെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, കണ്ണനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണേ, ഞാൻ മതം മാറാൻ തയ്യാറാണ്. ഇവരുടെ ഞാനിപ്പോ പറയട്ടെ, ഞാനിപ്പോ മതം മാറി എന്ന് പറഞ്ഞ് ഞാൻ മതം മാറിയ സമൂഹത്തിന്റെ കാഴ്ചയിലാണ് ഞാൻ മതം മാറുക. എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ എന്താന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ അപ്പയും പടച്ചോനെയായിരിക്കും വിളിക്കുന്നത്. അതിപ്പോൾ ആർക്കും കീറി മുറിച്ച് നോക്കാൻ പറ്റൂല. മതം മാറി എന്ന് പറയുമ്പം വിഷ്വലായിട്ടേ നമുക്ക് പറയാൻ പറ്റും. മനസാക്ഷി അങ്ങനെ ഞാൻ മതം മാറണേ ഞാൻ മതം മാറുകയും ചെയ്യുമെന്നാണ് എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാ കണ്ണ്. കാരണം ഒന്നുമില്ലാത്ത എന്നെ ഇത്രത്തോളമാക്കി എന്നെ എന്താ പറയാ, വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറം ലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോൾ എനിക്ക് ആ കണ്ണനോട് അത്രമേൽ സ്നേഹവും ബഹുമാനമുണ്ട്. കണ്ണന് വേണ്ടിയിട്ട് മതം മാറണേ ഞാൻ മാറുകയും ചെയ്യും. മടിയില്ല. എന്ത് മടി ഉണ്ടാവാനാ? ഇത്രയും കാലം കണ്ണനെ സ്നേഹിക്കാൻ പറ്റിയ കണ്ണന് വേണ്ടിയിട്ട് മതം മാറുന്നതിന് എന്താ? അപ്പൊ എല്ലാരും ചോദിക്കുന്നു, പിന്നെ എനിക്ക് ആ മതം മാറിക്കൂടെ, എന്തിന് തട്ടട്ടാ ചോദിക്കും. നീ എന്തിന് തട്ടട്ടില്ല ചോദിക്കുക, എനിക്കൊന്ന് തട്ടട്ടൂടെ. എല്ലാം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഇവരാരും അറിയില്ല എന്ന് തോന്നി. ഇവരിപ്പോഴും കുറച്ച് ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്. ഒരുത്തന് കഴിഞ്ഞ ദിവസം എന്നെ ഭീഷണിപ്പെടുത്തിക്കുന്ന ഈ പള്ളി കമ്മിറ്റിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട്. പള്ളി കമ്മിറ്റിന്ന് പുറത്താക്കട്ടെ, ഈ പള്ളിക്കാട്ട് തന്നെ പോയിട്ട് കിടക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ല, പള്ളിക്കാട്ടിലും 6 അടി മണ്ണാണുള്ളത്, ഇവിടെ 6 അടി മണ്ണാണുള്ളത്, മണ്ണ് തന്നെയല്ലേ ഉള്ളത്. ഇവിടെ ബേക്കിൽ ഞാൻ എന്നെ കബറടക്കിക്കോളൂ. അല്ലാതെ ഇപ്പൊ എന്താക്കാനാ? ഇവര് പള്ളിയിൽ നിന്ന് പുറത്താക്കാണെ പുറത്താക്കിക്കോളി. നിങ്ങൾക്ക് അതാണ് സന്തോഷമെങ്കിൽ ഇവരൊക്കെ എന്താ തെറ്റ് കാണുന്നെന്ന് പറയണം. ഒരു മറ്റൊരു ദൈവത്തെ ഇവരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര മതേതരത്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരെന്തിന് ഈ കൃഷ്ണ വരയ്ക്കുന്നതിന് ഇവർ കുറ്റം പറയണം? മതേതരത്തെ ഇവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ മദ്രസയിൽ പഠിപ്പിച്ചൊരു സംഭവം.
ഈ നരകത്തിലെ തീക്കൊള്ളികളാണ് ഹിന്ദു മതസ്ഥരെന്ന് അന്യമതസ്ഥരെന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് ഞാനൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒരുത്തന്നെ എടുത്ത് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് അടക്കി ഇങ്ങി ഹിന്ദു മതസ്ഥർ നരകത്തിലെ തീക്കൊള്ളിയാണെന്ന് പറയുന്നത്? ഇതേ ഇവർ തന്നെയാണ് ഹിന്ദു മതസ്ഥരെ കുറ്റം പറയുകയും ചെയ്യുന്നത്. അതിന് അവർക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട്, RSSനും BJPക്കും വേണ്ടിയിട്ട് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ നിനക്കല്ലാണ്ട് വേറൊരാക്കുമ്പോൾ. ഞാൻ RSSനും BJPക്കും വേണ്ടിയിട്ട് ഒരു മതത്തെ ഒറ്റ കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ മതവിശ്വാസമായിട്ട് നടക്കുന്നു. അതിൽ കൂടെ ഒരാളെ കൂട്ടിയതിൽ ഇവർക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടേ, അത് അവരുടെ പ്രശ്നം. അല്ലെ, ഇവരാരും എനിക്ക് ചെലവിന് കൊണ്ടുത്തരുന്നില്ല. ഒരു നേരെ ഇവരാരെങ്കിലും ഈ പറയുന്ന പള്ളി കമ്മിറ്റി പോലും എനിക്കൊരു നേരെ ചെലവിന് തരുന്നില്ല. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം ഇവരാ? ഇവരിൽ നിന്നൊക്കെ ഒരുപാട് മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് നേരത്തെ. ഒരുപാട് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളുണ്ട്. പള്ളിയിൽ നിന്ന് എൻ്റെ മദ്രസയിൽ നിന്ന് എൻ്റെ മകനെ വെറുതെ ഉപദ്രവിച്ചിട്ടുണ്ട് ഉസ്താദ്. അപ്പോൾ ഞാനും ചോദിക്കട്ടെ, ഇവർ ഇത്രമേൽ മതവിശ്വാസി ഒരു പിഞ്ചു കുഞ്ഞിനെ ചെയ്യാത്ത തെറ്റിന് ഉപദ്രവിക്കാൻ പാടുണ്ടോ? ഈ പറയുന്ന ആൾക്കാർ, ഈ സോഷ്യൽ മീഡിയയിൽ കുറേ മതം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര വിശ്വാസികൾ, ഭയങ്കര മതം എന്ന് പറയുന്നത് അവരുടെ അങ്ങേയറ്റാണ്. അവരെങ്ങനെയാ അന്യ സ്ത്രീകളുടെ വീഡിയോ കാണുക? അത് പാടുണ്ടോ? ഈ യൂട്യൂബ് ചാനൽ നടത്താൻ പാടുണ്ടോ? യൂട്യൂബിൽ നിന്ന് ഈ പിന്നെ റമ്മി നമ്മളെ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ പരസ്യങ്ങൾ, അതൊന്നും കിട്ടുന്ന പൈസ വാങ്ങാൻ പാടില്ല എന്നുള്ളല്ലേ? പിന്നെ അവരെങ്ങനെ കുടുംബം പോറ്റും? നമ്മളൊരാളെ കുറിച്ച് കുറ്റം പറയുമ്പം പറയുന്ന ആള് നല്ലതായിരിക്കണം. അല്ലാത്ത പക്ഷം ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഇവരൊക്കെ എന്നെ കുറ്റം പറയുന്നുണ്ട്. ഈ മതത്തിനെ പറ്റി ഞാൻ മറ്റു മതത്തിലുള്ള ദൈവത്തിനെ വരയ്ക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് ഇവരൊക്കെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ നടക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എന്നെക്കുറിച്ചുള്ള വീഡിയോ കണ്ടതുകൊണ്ടല്ലേ ഇവർക്ക് ഞാൻ വരയ്ക്കുന്നത് അറിയുന്നത്? അങ്ങനെയാണ് ഞാനൊരു അന്യ സ്ത്രീ അല്ലേ? അന്യ സ്ത്രീയുടെ വീഡിയോ ഇവരെങ്ങനെയാണ് കാണുക? അന്യ സ്ത്രീയെക്കുറിച്ച് ഇവരെങ്ങനെയാണ് സംസാരിക്കുക? അതെന്താ അവർ ചിന്തിക്കാത്തത്? അപ്പോൾ അവർ സ്വയം നന്നായി എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ വരുന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ താങ്കളുമായിട്ട് ബന്ധപ്പെടുന്ന ചില വ്യവസായ പ്രമുഖരെയൊക്കെ വെച്ചും സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പ്രചരണം നടത്തുന്നു. അവരുടെ എന്തോ ഓഡിയോ പുറത്തുണ്ടോ, ഓഡിയോ ഉള്ളവർ അയച്ചു തരിക എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. അത് എൻ്റെ ഒരു സുഹൃത്ത്, അവൻ്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റൂല. അപ്പം ഇവന് നിർബന്ധിച്ചപ്പം ഇവനോട് എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയാനും പറ്റൂല. അപ്പം ഞാൻ എന്താക്കി, ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ കോള് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തു. ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവൻ അയച്ചു കൊടുക്കാനാണ്. അപ്പം അതിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, നിന്നെ എത്ര നേരമായി വിളിക്കുന്നു, നീ എവിടെ ആയിരുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുളിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും നേരം കുളിയോ, നാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പം ഹണി ട്രാപ്പ് പോലെ അവരെ എന്തെങ്കിലും ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് കാണണോ, നിങ്ങൾ വരുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ആരും ചോദിക്കും. ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, ആളും ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത്രയും നേരം കുളി എന്താണെന്ന് ചോദിച്ചാൽ എന്നാൽ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ അത് അവിടെ നിർത്തി അടുത്ത വർത്താനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അവരുമായിട്ട് എനിക്ക് അവിഹിത ബന്ധമുണ്ട് അങ്ങനെ പറഞ്ഞ് കുറേ വീഡിയോസ് ഇറക്കി. പക്ഷെ ഇവരാരും ചിന്തിക്കുന്നില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് വേറൊരു സംസാരം ഇവിടെ നടത്തുന്നില്ല. എൻ്റെ ഒരു അറിവിൽ എന്ന് വെച്ചാൽ ആളുടെ നാടും എൻ്റെ നാടും കോഴിക്കോട് ജില്ല തന്നെ. പക്ഷെ നമ്മുടെ നാട്ടും പുറത്തുള്ളൊരു വർത്താനം ഉണ്ടല്ലോ, ആ ഒരു കാഷ്വൽ ടോക്കായിട്ടൊരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതുമ്മൽ വെച്ചിട്ട് വ്യാജ പ്രചരണം നടത്തുക, ഇതാണ് സംഭവം. ആളായിട്ട് ഇപ്പോഴും നല്ല ബന്ധമുണ്ടോ, അതോ ഇതൊക്കെ കാരണം ആ ബന്ധം തകർന്നോ? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആപത്ത് ഘട്ടം വരണം. ആ ഒരു സമയത്തെ നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു ആപത്ത് ഘട്ടം വന്നപ്പം തുറന്നു പറയാലോ, ഈ പറഞ്ഞ ഞാൻ ഒരുപാട് പുകയത്തി പറഞ്ഞ സുരേഷ് ഗോപി എൻ്റെ അലത്ത് ഒന്ന് വിളിച്ചു പോലും നോക്കിയിട്ടില്ല. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. 2 ദിവസം ബേബി മെമ്മോറിയൽ ICUവിൽ കിടന്ന ഒരാളാണ് ഞാൻ. അത് ന്യൂസായൊരു സംഭവമാണ്. എന്നാൽ അവൾക്ക് എന്ത് പറ്റി, ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടില്ല. എൻ്റെ ബ്രദർ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഒരു വ്യക്തി മാത്രമേ ആ ഒരു സമയത്ത് ഞങ്ങൾക്കൊരു താങ്ങായിട്ടുള്ളായിരുന്നു. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, അല്ല പിന്നെ എന്തിനാണ് അവളിതിന് നിന്നത്?
നിരപരാധിത്വം തെളിയിക്കാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയാൻ ഒരാൾ അത് ആ വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ പലരും പറഞ്ഞ ആത്മഹത്യ നാടകമായിരുന്നു. അവർ ബേബി മെമ്മോറിയലിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുക, അത് ചെയ്തിട്ടില്ല. അവർ സ്വയം പറഞ്ഞു പാറ്റാഗുളിക കുടിച്ചത്. പാറ്റാഗുളിക കുടിച്ചാൽ 2 ദിവസം ICUവിൽ കിടക്കുമോ? എനിക്ക് 50,000 രൂപ ബേബി മെമ്മോറിയലിൽ ബില്ല് വന്നിട്ടുണ്ട്. നാടകം കളിക്കാൻ ആരെങ്കിലും 50,000 രൂപ ചിലവാക്കുമോ? മെഡിക്കൽ കോളേജിൽ പോകൂലേ നാടകം കളിക്കണം എന്നുള്ളവരാണെങ്കിൽ? ജീവൻ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ വീട്ടുകാരെ അവിടെ കൊണ്ടുപോയത്. അതാരും ചിന്തിച്ചില്ല. എന്താണ് അതിലേക്ക് നയിച്ചൊരു സാഹചര്യം? എന്തായാലും അന്ന് പെട്ടെന്ന് അത്തരത്തിലൊരു തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഈ കുറച്ച് സ്ത്രീകളെല്ലാവരും കൂടി കൂട്ടിയിട്ട് ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചു. ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിട്ടുണ്ടോ അല്ലേ? അപ്പോൾ ഈ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിക്കുന്ന അതിൻ്റെ FIR കൊണ്ട് വരിക അതില്ല. അവർ കയ്യിൽ ഉണ്ടോല്ലേ, അവർ പുറത്ത് വിടും എന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. പറയലൊടുങ്ങിയിട്ട് 1 വർഷമായി, ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല. എന്നെക്കുറിച്ച് എന്തൊക്കെയോ വോയിസ് റെക്കോർഡ് ഉണ്ടോല്ലേ, അവർ പുറത്ത് വിടും പോലും, പക്ഷെ പുറത്ത് വിട്ടിട്ടില്ല. ഇവരുടെ കയ്യിൽ തെളിവുകളൊക്കെ ഉണ്ട്, ഇവർ പുറത്ത് വിടണ്ടേ? അപ്പോൾ എന്നെ ഹണി ട്രാപ്പുകാരിയാക്കി. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ഹണി ട്രാപ്പുകാരിയാവുക എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ അടുത്ത് നമ്മുടെ ഞാൻ അന്നും പറഞ്ഞൊരു സംഭവം, ഒരാൾ തൂങ്ങി മരിച്ചിട്ടില്ലായിരുന്നോ എന്തോ ഇതായിട്ട്. അപ്പോൾ അവർ ജീവനോടൊക്കെ നിൽക്കുന്നേക്കാട്ടിലും അവർ മരിച്ചപ്പോൾ അവർക്ക് നീതി കിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞു, നമ്മുടെ നീതി ന്യായത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ട്. ജീവനോടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളെ വിശ്വസിക്കാൻ ആരും വരില്ല. നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്താൽ നമ്മുടെ ഭാഗത്ത് എന്തായിരുന്നു എന്ന് കേൾക്കാനെങ്കിലും ഒരാൾ വരും. കേൾക്കാൻ ആൾ വരണം എന്ന് കരുതിയിട്ടാണ് ഞാൻ സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ ഹണി ട്രാപ്പൊക്കെ ആരോപണമായി മുന്നോട്ട് വരുന്ന ഏറെയും സ്ത്രീകളാണ് അല്ലെ? ഒരുപാട് പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട്. എന്താണ് സ്ത്രീകൾ ഇത്രമാത്രം രംഗത്ത് വരുന്നത്? അത് ഈ സമൂഹ മാധ്യമങ്ങളിലുള്ള ആളുകൾ വിശ്വസിക്കുകയും ചെയ്യില്ലേ? ഒരു സ്ത്രീക്കെതിരെ ഇത്രയധികം ആളുകൾ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമെന്നൊരു തോന്നൽ വരില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സ്ത്രീ, ഒരു പുള്ള എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഒരു വ്യക്തിനെ വല്ലാണ്ട് വെള്ള പൂശുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിയുടെ പേരിൽ 4 ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് വാറന്റ് ഉള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു വ്യക്തിനെ ഞാൻ കള്ളക്കേസ് കൊടുത്തു ജയിലിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ നിരന്തരം വീഡിയോ ഇടുന്നു. അപ്പം ഇവർക്ക് എന്താണ് ഇതിന്റെ പുറകില് എന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തരാതെ നിരന്തരം ഇങ്ങനെ ഉപദ്രവിക്കുക. ഞാൻ പറഞ്ഞ ഇവർ പറയുന്നത് കൊയിലാണ്ടി സ്റ്റേഷനിലൊന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി. നിങ്ങൾ തന്നെ ഇപ്പം നേരിട്ടൊന്ന് പോയി ചോദിച്ചു നോക്കൂ. കൊയിലാണ്ടി സ്റ്റേഷനിൽ ജസ്റ്റ് ഞാൻ ഇവിടെ പീഡന കേസ് തന്നിട്ടുണ്ടോ, എത്ര പീഡന കേസ് തന്നു? ഒരു കേസ് തന്നിക്കെന്ന് കൊയിലാണ്ടിക്കാർ പറയട്ടെ. നിങ്ങൾക്ക് എസ്ഐൻ്റെ നമ്പർ കിട്ടാൻ മീഡിയക്കാരല്ലേ, നിസ്സാര സമയം കൊണ്ട് പറ്റും. ഒന്ന് പോയി അന്വേഷിക്കുക. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. തല്ലുകൂടി, മിക്കതും തല്ലുകൂടിയതാ. എന്നോട് ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മേത്ത് കയറി ചൊറിയുന്ന ഒരാളാണ്. അങ്ങനെ കിടന്ന് തല്ലുപിടിക്കുക, റോഡുമെന്ന് തല്ല് കിട്ടിയെന്നല്ലാണ്ട് അല്ലാത്ത കേസ് ഞാൻ ഉള്ളൊരു കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് എനിക്ക് നീതി ന്യായവും കിട്ടിയിട്ടില്ല. അതാണ് വെള്ളപൂശാൻ ഒരു സ്ത്രീ നിരന്തരം ശ്രമിക്കുന്നത്. എന്താന്നുള്ള ആ സ്ത്രീക്കും അയാൾക്കും മാത്രമേ അറിയുള്ളൂ എന്തിനാ ഇങ്ങനെ വെള്ളപൂശുന്നെന്നുള്ളത്. ഇപ്പം ഈ സംഭവിച്ചതെല്ലാം അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പോൾ കേക്ക് മുറിച്ചത് അറിയാതെ പോയി, മാല ചാർത്തിയത് അറിയാതെ പോയി, വഴിയിൽ കണ്ട വിഷുക്കണിയുടെ അറിയാതെ പോയി. ഇതെല്ലാം അറിയാതെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണോ പറയുന്നത്? അല്ല, കേക്ക് മുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തൊരു സംഭവമാണ്. മാല ചാർത്തിയതും ഞാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഗുരുവായൂരൊരു മാല ചാർത്തുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു മാല പോലും ചാർത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഈ ഹരേ കൃഷ്ണയൊക്കെ എഴുതിയത് കുളിച്ച് അത്രമേൽ വൃത്തിയോടെയും ശുദ്ധിയോടെയും കൂടിയെന്ന് പറഞ്ഞിട്ട് അതിൽ വന്ന് എഴുതി ഞാൻ അത്രയ്ക്ക് സന്തോഷമായിട്ട് പോയി. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, മതാചാര ചടങ്ങിനും വിവാഹത്തിനും വീഡിയോ എടുക്കാം. മതാചാര ചടങ്ങല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതും എടുത്തത്. അപ്പം സത്യം പറയാച്ചാൽ ഞാൻ അറിയാതെ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയപ്പോൾ ഞാൻ തന്ത്രിനോട് പറഞ്ഞു, വല്ലാത്ത പരീക്ഷണ കണ്ണന്. അവൻ എന്നോട് പറഞ്ഞു, അതങ്ങനെയാണ്, നീ കണ്ണനിൽ എത്രത്തോളം അങ്ങോട്ട് പോകുന്നു അത്രത്തോളം മേൽ നിന്നെ പരീക്ഷിക്കുന്നു. ഇത് കേൾക്കുന്ന കുറച്ച്
ആൾക്കാർ ചോദിക്കുന്ന പിന്നെ എനിക്ക് കണ്ണന്റെ കൂടെ അങ്ങ് പോയിക്കൂടെ, എന്തിനാടി ഇസ്ലാം മതത്തിൽ നിൽക്കുന്നത്? എന്റെ സൗകര്യ, ഞാൻ എവിടെ നിൽക്കണം എന്നുള്ളത് എന്റെ സൗകര്യമാണ്. ഒരുത്തനും അത് മാറ്റാൻ പറ്റൂല. നിങ്ങളിനി എല്ലാരും കൂടി വന്നിങ്ങാന് ഇവിടെ പ്രതിഷേധം നടത്തിയാൽ എനിക്ക് മാറണം എന്ന് തോന്നിയാലേ ഞാൻ മാറുള്ളൂ. ഞാൻ പടച്ചോനെ വിടണമെന്ന് ഞാൻ തീരുമാനിക്കണം. അല്ലാതെ നിങ്ങൾ ആരും ഇതുമേല് കുറേ ആൾക്കാർക്ക് ഉണ്ടാവും റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ. അതിൽ ഞാൻ കണക്കാക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് 10 രൂപ കിട്ടാനുള്ള വഴി അത്രമാത്രം കൂട്ടിയാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് മതത്തിനോട് അത്രമേൽ ഭ്രാന്തമായ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു അന്യ സ്ത്രീയുടെ വീഡിയോയും കാണൂല, ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ എന്ന് പറയുകയും ചെയ്യൂല. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇല്ലാ വചനം പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്നും വരുമാനം വാങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് ചോദിക്കുക, നിങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിൽ എത്രയോ അന്തസ്സുള്ള പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ രാപ്പകൽ കുത്തിരിന് വരച്ചിട്ടാണ് ഞാൻ അതിന്ന് വരുമാനം കിട്ടുന്നത്. അത് ദൈവമായി പോയത് എൻ്റെ ഒരു തെറ്റുമല്ല. ഞാനൊരു ദൈവത്തിനെ വരയ്ക്കുന്നത്. അതിൽ ഞങ്ങളുടെ മതത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വന്നിച്ചിട്ടില്ലെങ്കിൽ നിന്ദിക്കാൻ പാടില്ല എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരുടെ മതത്തെ, ഇപ്പം ഇസ്ലാം മതത്തെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണ്, എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം ഒരു ഹിന്ദു ആൾക്കാരുടെ വീട്ടിലാണ് എത്തിപ്പെട്ടതെങ്കിലും ഞങ്ങൾക്ക് നിസ്കരിക്കാൻ എന്ന് പറയുമ്പോൾ അവരവിടെ ഒരു സ്പേസ് കൊടുത്താൽ എത്രമേൽ സന്തോഷമായിരിക്കും. അവരുടെ എന്താ പറയുക, ആചാരത്തെ ബഹുമാനിക്കുന്ന ആ ഒരു വ്യക്തികൾ അവരെ ആചാരത്തെ കൈ താങ്ങി നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷമല്ലേ? അപ്പം നിങ്ങൾ ചിന്തിക്കണ്ടേ, ഞാൻ ഹിന്ദുമത വിശ്വാസികളുടെ അവർക്ക് എന്താ പറയുക ഒരു താങ്ങായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ അവരുടെ വിശ്വാസം ഞാനും കൂടിയിട്ട് നമ്മളിപ്പം അവർക്കൊരു താങ്ങായിട്ട് നിൽക്കല്ലേ? അപ്പം അതിൽ നിങ്ങൾ എന്തിനിങ്ങനെ കുറ്റം പറയണമെന്ന്? ഹൈക്കോടതി പോലും കേസെടുക്കേണ്ടി വരുന്നു, ഹൈക്കോടതി ഉത്തരവുകൾ ഇറക്കേണ്ടി വരുന്നു, അങ്ങനെയൊക്കെ ഒരു കാരണക്കാരി ആകേണ്ടി വരുന്നു. അതും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ. അവിടെ ഇത്തരം ചില നിയന്ത്രണങ്ങൾക്ക് കാരണക്കാരിയായി മാറി എന്നതിൽ ഒരു വിഷമമില്ല. ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഓള് കാരണം ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ കുറ്റം പറയുന്ന ആൾക്കാരുടെ ചിന്താഗതി, ഞാനല്ല ഹൈക്കോടതിയിലേക്ക് പരാതിയായിട്ട് പോയത്. അപ്പൊ അത് ചിന്തിക്കണ്ടേ, ഈ പറഞ്ഞ കുറച്ച് സ്ത്രീകളാണ് പരാതിയായിട്ട് പോയത്. അപ്പോൾ അതിൽ ഞാനൊരു ഭാഗമായി പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ നീ കാരണം പിന്നെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അതേ സമയം തന്നെ ഗുരുവായൂർ അമ്പലം റീൽ എടുക്കാനുള്ളതല്ല എന്നും പറയുന്നുണ്ട് ചിലർ. അങ്ങനെയെങ്കിൽ ആ ഒരു സംഭവത്തെ അവർ സ്വാഗതം ചെയ്യല്ലേ ചെയ്യണ്ടേ? ഞാനൊരു കാര്യം പറയാണ്, ഈ റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു സംഭവമാണ്. ആക്ടർ അനു സിത്താര വിഷുവിന് ഗുരുവായൂർ പോയിട്ട് അവിടുന്ന് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ സമൂഹം കാണുന്നില്ല. ജസ്ന സലീം പോസ്റ്റ് ചെയ്താൽ മാത്രമേ കാണുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരാൾക്കും പരാതിയില്ല. ഒരു മനുഷ്യൻ പോലും അതിന് പരാതിപ്പെട്ടില്ലല്ലോ. ദേവസ്വം ബോർഡ് പരാതിപ്പെട്ടോ? ഒരാളും പരാതിപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാ? ഞാൻ മറ്റൊരു മതസ്ഥയായതാണ് ഇപ്പൊ പലർക്കും പ്രശ്നം. അവരുടെ കണ്ണനാണ് പോലും. അവരുടെ കണ്ണനെ ഞാൻ എന്തിനു വരയ്ക്കുന്നത്? അവരുടെ കണ്ണനെ ഞാൻ എന്തിനു ഉമ്മ വെച്ച്? അവരുടെ കണ്ണൻ്റെ അടുത്തേക്ക് ഞാൻ എന്തിനു പോയി? ഞാനും ചോദിക്കട്ടെ, കണ്ണന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന ആൾക്കാരുടേത് മാത്രമാണെന്ന്? ഹൈന്ദവരോട് ചോദിക്കുക, ഞാൻ എവിടെങ്കിലും കണ്ണൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ സ്നേഹിക്കാൻ പാടുള്ളൂ? ഞാൻ അറിഞ്ഞൊരു സംഭവമുണ്ട്, കണ്ണൻ അറിയാതെങ്കിലും നമ്മൾ നാവുകൊണ്ട് ഒന്ന് വിളിച്ചു പോയാൽ കൂടെ ഇറങ്ങിപ്പോരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരിഞ്ഞോട് ചോദിക്കുന്നു, എന്തിനാണ് ഗുരുവായൂർ പോയി കളിക്കുന്നത്? നന്ദനം സിനിമ ഉണ്ടില്ല, എൻ്റെ പുരയിലേക്ക് ഇങ്ങോട്ട് വരൂലേന്ന്. പക്ഷെ നമ്മള് അവിടെ പോയി കാണുക എന്ന് പറയുന്നത് ഞാൻ നടയെ തട്ടോളെ പോവുള്ളൂ, ഉള്ളിലേക്കൊന്നും ഞാൻ കയറില്ല. പക്ഷെ അവിടെ പോയാലും കണ്ണനെ എനിക്ക് അവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ എപ്പോഴും പോകാറ്. അതെന്തോ അവിടെ പോയി കാണുമ്പോൾ ഒരു സന്തോഷം എന്നുള്ളതാ. വിശ്വാസമൊക്കെ മാറിയാലകത്ത് കയറരുത്. അല്ല, വിശ്വാസം മാറി അകത്ത് കയറാം, പക്ഷെ ഞാൻ മാറിയിട്ടില്ല. നമ്മളെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാരെയും കൂടി നമ്മൾ നോക്കണം. എനിക്ക് എൻ്റെ ഉമ്മാനെ നോക്കണം, വാപ്പാനെ നോക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, ഭർത്താവിനെ നോക്കണം. അങ്ങനെ എന്നൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും തൃപ്തിയോടെ അല്ല ജീവിക്കുന്നത്.
അതേപോലെ പലർക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം പല സാഹചര്യങ്ങളും മാറ്റി മറിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ചുറ്റിലുള്ള ആൾക്കാരെയും നോക്കണം. സാഹചര്യം വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഒരു ഒഴിവുമില്ല, കണ്ണനെ സ്നേഹിക്കാൻ വേറെ ഒരു വഴിയും ഇല്ല എന്ന് കണ്ട ഞാൻ മതം മാറി തന്നെ ചെയ്യും. ഈ വരയൊക്കെ എങ്ങനെ പോകുന്നത്? വരെയൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണ് ഈ കേസിനെ എങ്ങനെ നേരിടാനാണ്? കേസിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞതുപോലെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി അന്വേഷിക്കണം. ഇത്രമേൽ 12 വർഷമായി ഞാൻ ഗുരുവായൂർ പോകുന്നു. ഒരു ഭക്തർക്ക് ഞാൻ ഇതുവരെ ഒരു രീതിയിലും എന്നാലൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. പിന്നെ കണ്ണൻ അപമാനിച്ചു എന്ന് പറയുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം. ആ ഒരു വാക്ക് പറഞ്ഞത് ഒരിക്കലും ഞാൻ അപമാനിച്ചിട്ടില്ല. അപ്പം എൻ്റെ നിരപരാധിത്വം ഞാൻ കോടതി തെളിയിക്കും. അതെനിക്ക് ഉറപ്പുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്നെ ജയിലിലിടും, എനിക്ക് ജാമ്യം കിട്ടൂല എന്ന് പറഞ്ഞ് ഇപ്പോഴും ഒരു പക്ഷേ ഇന്നലെ രാത്രി വരെ വീഡിയോ ഇട്ട ആൾക്കാരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ നോട്ടീസ് കൈപ്പറ്റി, നോട്ടീസിനെ വരെ ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്. പക്ഷെ എന്നാൽ പോലും ഇവരിതൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം എന്തോ അത് കോടതിയെ നമ്മൾ കോടതിയാണല്ലോ നോക്കണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, കോടതിയുടെ ഒരു വാക്ക് ലംഘിച്ചു എന്നുള്ളതിൽ എനിക്കും കുറ്റബോധമുണ്ട്. എനിക്ക് അറിവില്ലായ്മ ഉണ്ട്. ഞാൻ പറഞ്ഞു 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ എന്താക്കാനാണ്? ഞാൻ അവിടെ ബോർഡ് വായിച്ചു, ആ ബോർഡ് പ്രകാരം ഞാൻ വീഡിയോ എടുത്തിട്ട് അത്രേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ അത് അറിവില്ലായ്മ കൊണ്ടാണ് എന്നുള്ളത് പറയാം. എന്തായാലും നിലവിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. അതിൽ യഥാർത്ഥ കുറ്റബോധമുണ്ട്. നിയമത്തിനെ അതിന്റെ വഴിയിൽ തന്നെ നേരിടും. ഹൈക്കോടതിയിലടക്കം തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് ജസ്ന പറയുന്നു. ഒപ്പം ഈ കൃഷ്ണനെ സ്നേഹിക്കുന്നതിന് മതം ഒരു തടസ്സമായി മാറുന്ന സാഹചര്യമുണ്ടായാൽ ഹിന്ദുമതം സ്വീകരിക്കുന്നതിനും കൃഷ്ണനെ പിന്നീട് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനും യാതൊരു മടിയുമില്ല എന്ന് മറയില്ലാതെ പറയുന്നുമുണ്ട്. പക്ഷേ തൽക്കാലം മതമാറ്റം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ വിവരങ്ങൾ അത് പൂർണ്ണമായും ജസ്ന തള്ളിക്കളയുകയും ചെയ്യുന്നു.